നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കൊച്ചിയിലെ ആഴക്കടലിൽ ചരക്കു കപ്പലായ MSC എൽസ അപകടത്തിൽപ്പെട്ടതു മുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി മീൻ കഴിക്കാനാകുമോ? അത് കഴിക്കാനായാൽ എന്നു മുതൽ കഴിക്കാനാകും? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. കടലിനെ മലിനമാക്കുന്നതും ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ രാസവസ്തുക്കളാണ് ആഴക്കടലിലേക്ക് മറിഞ്ഞത്. ഈ വിഷവാതകം കഴിക്കുന്ന മീനുകളെ നാം പാകം ചെയ്ത് കഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാമെന്നാണ് റിപ്പോർട്ട്. അതായത് മനുഷ്യന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്ന്. കപ്പലിന്റെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫർണസ് ഓയിൽ, എണ്ണ, ഡീസൽ എന്നിവ ഒരു വശത്തും കണ്ടെയ്നറുകൾക്കുള്ളിൽ കാൽസ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കൾ മറുവശത്തുമുണ്ട്. രണ്ടും കടലിനെ ഒരുപോലെ മലിനമാക്കുന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ എത്രയാണ് എണ്ണച്ചോർച്ചയുടെ വ്യാപ്തി എന്ന് വ്യക്തമാക്കാൻ സാധിക്കൂ. എന്നാൽ കടലിൽ കപ്പൽ മുങ്ങിയപ്പോൾ കരയിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു. അവയിൽ പ്രധാനപ്പെട്ട ഇനി കടലിലെ മീൻ കഴിക്കാനാകുമോ എന്നത് തന്നെയാണ്. കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേരുന്ന സമയത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡും അസറ്റിലിൻ ഗ്യാസുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അസറ്റിലിൻ ഗ്യാസ് വളരെ വേഗത്തിൽ തീപിടിക്കുന്ന ഒരു വാതകമാണ്. കണ്ടെയ്നറിനുള്ളിൽ എത്രത്തോളം കാൽസ്യം കാർബൈഡ് ഉണ്ട് എന്ന് നമുക്കറിയില്ല. അസറ്റിലിൻ വളരെ വേഗത്തിൽ തീപിടിക്കുന്ന ഒരു വാതകമാണ്. കണ്ടെയ്നറുകളിൽ എത്രത്തോളം കാൽസ്യം കാർബൈഡ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വെള്ളവുമായി ചേരാതെ നോക്കേണ്ടതും അത്യാവശ്യമാണ്. കരയിൽ എത്തുകയാണെങ്കിൽ അത് ശരീരത്തിൽ വീഴാതെ നോക്കേണ്ടതാണ്. ഇനി അഥവാ ശരീരത്തിൽ പറ്റുകയാണെങ്കിൽ അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകിക്കളയണമെന്നാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്നത്. കടലിൽ ഇത് കലർന്നു കഴിഞ്ഞാൽ ചെറിയ തോതിൽ pH വ്യതിയാനം സൃഷ്ടിക്കും. അളവ് എത്രയാണെന്ന് വ്യക്തമല്ല. വലിയ തോതിലാണെങ്കിൽ അത് pH മൂല്യത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കും. സൂക്ഷ്മജീവികളെ അത് ബാധിക്കാനും ഇടയുണ്ട്. അളവ് കൂടുന്നതനുസരിച്ച് മറ്റു ജീവികളെയും അത് ബാധിച്ചേക്കാം. കടലിൽ ഈ രാസവസ്തുക്കൾ കൂടുതലായി കലർന്നാൽ pH മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾ ചെറിയ ജീവികളെ, പ്രത്യേകിച്ച് സമുദ്ര ആഹാര ശൃംഖലയിലുള്ള ജീവികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാൽസ്യം കാർബൈഡ് ശ്വാസകോശങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. കണ്ണിനും ത്വക്കിനും അസ്വസ്ഥതകൾ ഉണ്ടാക്കും. മറ്റു പ്രശ്നങ്ങൾ പൊതുവെ പറയുന്നില്ലെങ്കിലും എല്ലാ രാസവസ്തുക്കളും എന്ന പോലെ നേരിട്ട് ശരീരവുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിൽ പറ്റിയാൽ അത് പെട്ടെന്ന് തന്നെ കഴുകിക്കളയുകയും വസ്ത്രങ്ങളിലായാൽ അത് ഒഴിവാക്കുകയും വേണം. എന്തായാലും ഇനി എന്ന് മീൻ കഴിക്കാമെന്ന ആശങ്കയ്ക്ക് വിരാമം വരാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും.